മലയാള സിനിമയുടെ കാരണവർക്ക് ഇന്ന് 91 പിറന്നാൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ കാരണവരെന്ന മലയാളികൾ ഒന്നടങ്കം വിശേഷിപ്പിക്കുന്ന അതുല്യ പ്രതിഭയാണ് മധു. 6 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ തന്റേതായ ഇടം കണ്ടെത്താത്ത മേഖലകൾ ഒന്നും തന്നെയില്ല. നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, അങ്ങനെ നീണ്ടുപോകുന്നു സിനിമയിൽ മധു എന്ന ഇതിഹാസം. മലയാള സിനിമയുടെ ശൈശവകാലത്ത് തന്നെ ആ യാത്രയുടെ ഭാഗമായ മധു ഇന്ന് വിശ്രമ ജീവിതത്തിലാണ്. താരപരിവേഷത്തിൽ മിന്നിത്തിളങ്ങുമ്പോൾ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്താണ് മധു മലയാള സിനിമയെ ഞെട്ടിച്ചത്. സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അധ്യാപന ജോലിയുടെ ചുമതലകളിൽ നിന്ന് മധുവിനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തിച്ചത്. തുടർന്ന് അമിതാഭ് ബച്ചനൊപ്പം സാദ് ഹിന്ദുസ്ഥാനിയിലൂടെയാണ് ചലച്ചിത്ര മേഖലയിലേക്കുള്ള അരങ്ങേറ്റം. നസീറും സത്യനും വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ കാലത്താണ് മധുവിന്റെ മലയാളത്തിലേക്കുള്ള രംഗപ്രവേശം. MN പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകളായിരുന്നു ആദ്യ ചിത്രം. ഈ ചിത്രത്തിലൂടെയാണ് മാധവൻ നായർ മധുവായി മാറിയത്. P. ഭാസ്കരൻ മാഷാണ് മാധവൻ നായർക്ക് സിനിമയിൽ മധു എന്ന പേര് സമ്മാനിച്ചത്. മലയാളിയുടെ വിരഹത്തിന്റെ മുഖമായിരുന്ന ചെമ്മീനിലെ പരീക്കുട്ടി, ഭാർഗവീ നിലയത്തിലെ സാഹിത്യകാരൻ, സ്വയംവരത്തിലെ വിശ്വം എന്നിവ മധുവിലെ അഭിനയ പാടവം വെളിവാക്കുന്ന കഥാപാത്രങ്ങളിൽ ചിലതു മാത്രമാണ്. ഓളവും തീരവും, ഉമ്മാച്ചു, ഇതാ ഇവിടെ വരെ, ഏണിപ്പടികൾ, ഒറ്റയടിപ്പാതകൾ, നാടുവാഴികൾ, സ്പിരിറ്റ് തുടങ്ങിയ കലാമൂല്യമുള്ള സിനിമകളിലും കച്ചവട വിജയ ചിത്രങ്ങളിലും നായകനായും സഹനടനായും വില്ലനായുമൊക്കെ മധു തിളങ്ങി. 70കളിലും 80കളിലും P. ചന്ദ്രകുമാർ, മധു കൂട്ടുകെട്ടുകളിൽ നിരവധി വിജയ ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. സംവിധായകൻ, നിർമ്മാതാവ് എന്നീ പദവികൾക്കുമീതെ ഒരു സ്റ്റുഡിയോ സ്ഥാപിക്കുന്നതിൽ വരെ എത്തി അദ്ദേഹത്തിന്റെ സിനിമാ കമ്പം. 12ഓളം സിനിമകൾ സംവിധാനം ചെയ്ത മധു 16ഓളം ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ടെലിവിഷൻ പരമ്പരകളിലും നിറസാന്നിധ്യമായിരുന്ന മധു JC ഡാനിയൽ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2013 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2022 പുറത്തിറങ്ങിയ PK റോസിയിലെ കഥാപാത്രമായാണ് മലയാള സിനിമയുടെ പ്രിയ കാരണവർ അവസാനമായി വെള്ളിത്തിരയിലേക്ക് എത്തിയത്. തിരക്കുകളിൽ നിന്ന് അകലം പാലിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന അതുല്യ പ്രതിഭയ്ക്ക് പിറന്നാൾ ആശംസകൾ.